പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുരക്ഷാ സേനയെ കുറയ്ക്കുന്നതിനെതിരെ ഇപ്പോൾ മുൻ ഇന്റലിജൻസ് മേധാവി സാമന്ത് ഗോയൽ നൽകിയ മുന്നറിയിപ്പ് ഏറെ ഗൗരവകരമാണ്. അതാണിപ്പോൾ ചർച്ചാ വിഷയം. ഒരുപക്ഷെ മലയാള മാധ്യമങ്ങൾ അധികം ചർച്ച ചെയ്തിട്ടില്ല. പക്ഷേ മോദിയെ പോലെ വളരെ വേഗത്തിൽ വളരുന്ന ഒരു നേതാവിൻ്റെ ശത്രുക്കളുടെ വലിപ്പവും വലുതാവുകയാണ്. അദ്ദേഹം ഇപ്പോൾ 5 ദിവസം വിദേശ രാജ്യങ്ങളിൽ സന്ദർശനത്തിലാണ്. ഈ ഒരു വേളയിലാണ് അദ്ദേഹം കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ചില നിർദ്ദേശങ്ങൾ, ഇപ്പോൾ രാജ്യത്തെ ജനങ്ങളടക്കം പാലിക്കണമെന്ന് പറഞ്ഞ നിർദ്ദേശങ്ങളാണ് പരമാവധി യാത്രകൾ ഒഴിവാക്കുക. കാരണം ഹോർമുസ് കടലിടുക്കിൽ തുടരുന്ന പ്രതിസന്ധി അത് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് ഇന്ധന വില വർദ്ധിക്കാനുള്ളൊരു സാഹചര്യത്തിലേക്ക് ഇടവയ്ക്കും. അതുകൊണ്ട് തന്നെ പൊതുഗതാഗതം കൂടുതലായിട്ട് ഉപയോഗിക്കണം, വാഹനങ്ങൾ, സ്വകാര്യ വാഹനങ്ങൾ പരമാവധി കുറയ്ക്കണം എന്നൊക്കെ അദ്ദേഹം കൃത്യമായി നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം തൻ്റെ വാഹനങ്ങളും താൻ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രോട്ടോകോൾ അനുസരിച്ചിട്ടുള്ള സുരക്ഷാ വാഹനങ്ങളുടെ എണ്ണവും കുറച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവന് തന്നെ അപകടത്തിലാകുന്ന തരത്തിൽ ചില കാര്യങ്ങൾ ഇപ്പോൾ ഒരു മുൻ റോ മേധാവിയുടെ മുന്നറിയിപ്പ് പുറത്തു വരുന്നത്. അന്താരാഷ്ട്ര സുരക്ഷാ സ്ഥിതി വളരെ അസ്ഥിരമായി ഇപ്പോൾ തുടരുകയാണ്. ആഗോള നേതാക്കൾക്കെതിരായ സമീപകാല ആക്രമണങ്ങൾ ഇന്ത്യക്ക് ഒരു തരത്തിലും അവഗണിക്കാൻ കഴിയാത്ത അപകട സാധ്യതകളെയാണ് ഉയർത്തിക്കാട്ടുന്നത്. ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരുന്നതും മിഡിൽ ഈസ്റ്റ് പ്രതിസന്ധിയും തമ്മിലുള്ള ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ധന സംരക്ഷണ നടപടികളുടെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ സുരക്ഷാ വാഹന വ്യൂഹത്തിന്റെ വലിപ്പം കുറയ്ക്കാനുള്ള തീരുമാനം കഴിഞ്ഞ ദിവസം എടുത്തത്. ഈ എടുത്ത തീരുമാനം അദ്ദേഹത്തിന്റെ ജീവന് തന്നെ അപകടത്തിലാക്കുന്നതാണ്. ഇതിലാണ് ഇപ്പോൾ മുൻ റോ സെക്രട്ടറി സാമന്ത് ഗോയൽ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യ ഇന്നും സജീവമായ ഭീഷണികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ഭീകരതയെ പിന്തുണയ്ക്കുന്ന അയൽ രാജ്യങ്ങളിൽ നിന്ന്. അതുകൊണ്ട് സംരക്ഷണം കുറയ്ക്കേണ്ട സമയമല്ല ഇതെന്നും ഗോയൽ പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ആധുനിക ഭീഷണികളിൽ ഡ്രോണുകളും സ്നൈപ്പർ തോക്കുകളും ഉൾപ്പെടുന്നുണ്ട്. നിലവിലെ ഭീഷണി വിലയിരുത്തലുകൾ അനുസരിച്ച് സുരക്ഷ അവലോകനം ചെയ്യുകയും ശക്തിപ്പെടുത്തുകയും വേണം, കുറയ്ക്കുകയല്ല വേണ്ടത്. ഏറ്റവും സുരക്ഷിതമായ രാജ്യമായി കണക്കാക്കപ്പെടുന്ന US പ്രസിഡന്റ് ട്രംപിനെതിരെ 3 ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യക്കെതിരായ നിരവധി ഘടകങ്ങളുണ്ട്, തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ അയൽ സംസ്ഥാനത്ത് നിന്നും എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം നിരന്തരം ഇന്ത്യക്കെതിരെ ഈ അയൽ സംസ്ഥാനങ്ങൾ, ഭീകരതയെ പാലൂട്ടി വളർത്തുന്ന അയൽ സംസ്ഥാനങ്ങൾ ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ തന്നെ കർശനമായിട്ട് കണ്ണും പൂട്ടിയുള്ള തീരുമാനങ്ങളാണ് നരേന്ദ്രമോദി സർക്കാർ എടുക്കുന്നത്. ഭീകരതയെ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കും എന്ന് അദ്ദേഹം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഒരു കാലയളവിൽ അദ്ദേഹത്തിന്റെ അകമ്പടി വാഹനങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവന് തന്നെ അപകടമാണ് എന്നാണ് മുൻ റോ മേധാവിയുടെ ഈ ഒരു മുന്നറിയിപ്പ്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലം മുതൽ 25 വർഷത്തിലേറെയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ശക്തമായ ദേശീയ സുരക്ഷാ നിലപാട് കാരണം ഗുരുതരമായ ഭീഷണികൾ നേരിട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സുരക്ഷയാണ് പ്രഥമ പരിഗണന. ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ആഭ്യന്തര, അയൽ, അന്തർദേശീയ തലവരെയായ ജിഹാദി ഘടകങ്ങൾ അദ്ദേഹത്തെ ലക്ഷ്യം വെക്കുന്നത് തുടരുകയാണ്. അദ്ദേഹത്തിന്റെ സുരക്ഷ രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന മുൻഗണനയായി തുടരണം. സുരക്ഷാ പ്രോട്ടോകോളുകൾ, ഭീഷണി വിലയിരുത്തലുകൾ കർശനമായി പാലിക്കണമെന്നും പ്രദർശനത്തിനായി ഉപയോഗിക്കരുത്. പല രാഷ്ട്രീയക്കാരും വലിയ വാഹന വ്യൂഹങ്ങളെ സ്റ്റാറ്റസ് ചിഹ്നങ്ങളായി ദുരുപയോഗം ചെയ്യുന്നു. എന്നാൽ പ്രധാനമന്ത്രി ഏത് വാഹനത്തിലാണെന്ന് വെളിപ്പെടുത്തുന്നതിൽ പകരം യഥാർത്ഥ ആവശ്യങ്ങളിലും ആ ഒരു അജ്ഞാതത്വം നിലനിർത്തുന്നതിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നാണ് ഇപ്പോൾ അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 2 വാഹനങ്ങളുടെ എണ്ണം ഗണ്യമായി കുറച്ചത് എതിരാളികൾക്ക് പ്രധാനമന്ത്രിയുടെ വാഹനം തിരിച്ചറിയാനും ലക്ഷ്യമിടാനും വളരെ എളുപ്പമാക്കുന്നു. അതേസമയം അവശ്യ SPG ഘടകങ്ങളുടെ വലിയ, അല്ലെങ്കിൽ അവരെ നന്നായി കൈകാര്യം ചെയ്യപ്പെടുന്ന കാവൽ കേടുകൾ ആവശ്യമായ ഒരു സംരക്ഷണം, ഒരു തരത്തിലും പാളിച്ചകൾ നൽകാത്ത സംരക്ഷണം നൽകണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇന്ത്യയിലും വിദേശത്തും പ്രധാനമന്ത്രിയുടെ സുരക്ഷ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തമുള്ള ഉന്നത സുരക്ഷാ യൂണിറ്റാണ് SPG. പ്രധാനമന്ത്രി സ്വന്തം നാട്ടിൽ സുരക്ഷ കുറയ്ക്കുമ്പോൾ
വിദേശ രാജ്യങ്ങൾ കുറഞ്ഞ ഭീഷണി നിലകൾ സ്വീകരിച്ചേക്കാമെന്നും ഇത് വിദേശ സുരക്ഷാ ക്രമീകരണങ്ങളെ, പ്രത്യേകിച്ച് ശത്രുതാപരമായ ഘടകങ്ങളുള്ള രാജ്യങ്ങളിൽ അവിടെ അദ്ദേഹത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കുമെന്നും മുൻ ഇന്റലിജൻസ് മേധാവി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വിദേശത്തും ശക്തമായ സംരക്ഷണം ഉറപ്പാക്കാൻ ഇന്ത്യ ആഭ്യന്തരമായി ശക്തമായ പ്രോട്ടോകോളുകൾ പാലിക്കണം. പ്രധാനമന്ത്രിയുടെ സുരക്ഷ സംബന്ധിച്ച് വിലപേശാൻ കഴിയില്ല എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. സർക്കാരിന്റെ ചിലവ് ചുരുക്കലിന്റെ ഇന്ധന ലാഭത്തിന്റെ ഭാഗമായിട്ടാണ് തന്റെ വാഹന വ്യൂഹത്തിന്റെ വലിപ്പം കുറഞ്ഞത് 50% കുറയ്ക്കാൻ പ്രധാനമന്ത്രി മോദി സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിനോട് നിർദ്ദേശിച്ചത്. തന്റെ വാഹന വ്യൂഹത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി വാഹന വ്യൂഹത്തിന്റെ വലിപ്പം കുറച്ചിട്ടുണ്ട്. സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ സുരക്ഷ, അദ്ദേഹത്തിന്റെ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയുള്ളതാണെന്ന് ഇപ്പോൾ റോ മേധാവി അടക്കം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. കാർ പൂളിംഗ്, പൊതുഗതാഗതം ഉപയോഗിക്കൽ, വീട്ടിൽ നിന്ന് ജോലി ചെയ്യുക, വിദേശയാത്ര പരിമിതപ്പെടുത്തുക, സ്വർണം വാങ്ങലുകൾ കുറയ്ക്കുക തുടങ്ങിയ നിരവധി ചിലവ് ചുരുക്കൽ നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി ഞായറാഴ്ചയാണ് പൗരന്മാരോട് അഭ്യർത്ഥിച്ചിരുന്നത്. ഏതായാലും ഈ ഒരു ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി മറികടക്കാൻ ഇപ്പോൾ SPG അടക്കം കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചേ മതിയാകൂ, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് അത്തരത്തിലൊരു നീക്കവും നടത്താൻ പാടില്ല എന്നാണ് ഇപ്പോൾ മുൻ റോ മേധാവി നിർദ്ദേശിച്ചിരിക്കുന്നത്. 5 ദിവസം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബംഗളൂരു സന്ദർശന വേളയിൽ അദ്ദേഹം സഞ്ചരിക്കാൻ പോകുന്ന വഴിക്ക് സമീപം ജലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെത്തിയതിനെ തുടർന്നും ബംഗളൂരിൽ വൻ സുരക്ഷാ ഭീഷണികൾ ഉയർന്നിരുന്നു. പ്രധാനമന്ത്രി പങ്കെടുക്കാൻ പോകുന്ന ആർട്ട് ഓഫ് ലിവിംഗ് ഫൗണ്ടേഷൻ പരിപാടിയുടെ വേദിയിലേക്കുള്ള റോഡിന് സമീപമുള്ള കങ്കല്ലിപുരയ്ക്ക് സമീപമായിരുന്നു സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. പ്രധാനമന്ത്രി എത്തുന്നതിന് മുമ്പ് പതിവ് സുരക്ഷാ പരിശോധനകൾക്കിടെയാണ് പ്രധാന വേദിയിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയുള്ള ഒരു നടപ്പാതയുടെ വശത്ത് നിന്ന് 2 ജലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുമ്പ് നടത്തിയ പരിശോധനയിലും വേദിക്ക് സമീപമുള്ള റോഡരികിൽ നിന്നും 2 ജലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെത്തിയിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും സ്ഫോടക വസ്തുക്കൾ എങ്ങനെയാണ് പ്രദേശത്ത് എത്തിയതെന്ന് അന്വേഷിക്കുകയും ചെയ്തു. ഇതെല്ലാം ഗുരുതരമായ സംഭവങ്ങളാണ്. ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സുരക്ഷാ വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാനുള്ള നീക്കം അദ്ദേഹത്തിന്റെ ജീവന് തന്നെ ഭീഷണിയാണ്. ഈ സാഹചര്യത്തിൽ അത് ചെയ്യരുത് എന്നൊരു മുൻ റോ മേധാവിയുടെ മുന്നറിയിപ്പ് വരുന്നത്.